കോൺഗ്രസ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് ഒറ്റ കാരണമേയുള്ളൂ. ആ കാരണത്തിന്റെ പേരാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം വലിയ പരാജയങ്ങളാണ് ഉണ്ടായത്. 3 അക്ക സംഖ്യ പോലും കടക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാത്ത ദയനീയ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തി. എന്തിനു പറയുന്നു, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും മോശം പ്രധാനമന്ത്രി അല്ലെങ്കിൽ കഴിവുകെട്ട പ്രധാനമന്ത്രിയായി പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത് മൻമോഹൻ സിംഗിനെയാണ്. മൻമോഹൻ സിംഗ് ഇരുന്ന കാലത്ത് പോലും കോൺഗ്രസ് പാർട്ടിക്ക് 200 സീറ്റ് നേടാൻ കഴിഞ്ഞു. പക്ഷേ ഈ യുവരാജകുമാരൻ രാഹുൽ ഗാന്ധി ചുമതല ഏറ്റെടുത്തതിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്ക് തുടക്കം ലഭിച്ചത് 44, പിന്നീട് അത് 52, നിലവിൽ 99. ആ ദയനീയ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ എത്തിച്ചിട്ടും ആ കസേരയിൽ നിന്നും ഒഴിഞ്ഞു പോകാനോ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കാനോ കോൺഗ്രസ് പ്രവർത്തകരും ശ്രമിക്കുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു തോന്നലുമില്ല. ആ തോന്നലില്ലാത്തതിന്റെ അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കാത്തതിന്റെ ഗതികേടാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അനുഭവിക്കുന്നത്. ഏറ്റവും അവസാനം നോക്കൂ, കോൺഗ്രസ് പാർട്ടി ഈ തകർച്ചയിൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നിലനിൽപ്പിനായുള്ള തിരഞ്ഞെടുപ്പുകളാണ് ഇനി വരാനുള്ളത്. കേരളം, തമിഴ്നാട്, ബംഗാൾ അടക്കമുള്ള, ആസാം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുന്നു. ഇതിൽ കേരള, അതോടൊപ്പം തന്നെ ആസാം, പിന്നീട് തമിഴ്നാട്, അങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ സ്വന്തമായോ അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടിയോ അധികാരത്തിൽ വരാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം മുതലാക്കുവാനുള്ള സമയത്ത് രാഹുൽ ഗാന്ധി എവിടെയാണ്? രാഹുൽ ഗാന്ധി എന്തിനാണ് ഇങ്ങനെ ഈ രാജ്യത്തെ കോൺഗ്രസ്സുകാരെ ഇത്രയും അധികം ബുദ്ധിമുട്ടിക്കുന്നത്? സാധാരണക്കാരായ കോൺഗ്രസിന്റെ പ്രവർത്തകർ പോസ്റ്റർ എഴുതിയും ചുവരെഴുതിയും നിരന്തരം പ്രവർത്തിച്ചും കല്യാണങ്ങളിലും മരണങ്ങളിലും പങ്കെടുത്തു പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ഈ മണ്ടനായ രാഹുൽ ഗാന്ധി അതിനെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്കല്ലേ പോകുന്നത്. വോട്ട് ചോരി ആരോപണം ഉന്നയിക്കുന്നു, ഒരു രാഷ്ട്രീയ ആരോപണമായി കാണാം. പക്ഷെ ആരോപണം ഉന്നയിച്ച് ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹത്തെ കാണാനില്ല. അപ്പോഴേക്ക് BJP-കാർ പറയും, ഈ രാഹുൽ ഗാന്ധി എവിടെയാണ്? രാഹുൽ ഗാന്ധി എവിടെയാണ്? അത് ചോദ്യമല്ലേ? ഏറ്റവും ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സമയമാണ്. അത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ബില്ല് പാസ്സാക്കുകയും അതിനെതിരെ എല്ലാ പാർട്ടികളും രംഗത്ത് വരുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണ്? രാഹുൽ ഗാന്ധി അങ്ങ് ജർമ്മനിയിലാണ്. ഇവിടെ പ്രതിപക്ഷത്തിന് ശക്തി പകരാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് മുന്നിട്ട് നിൽക്കേണ്ട അവസരത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ നയിക്കേണ്ട നേതാവ് ജർമ്മനിയിലാണ്. കാറും ഓടിച്ച് ബൈക്കും ഓടിച്ച് നടക്കുകയാണ്. ഇദ്ദേഹത്തെ എന്തിനാണ് പ്രതിപക്ഷ നേതാവാക്കിയത്? നിങ്ങളെ പാർട്ടിയിൽ 99 പേരെ ജനങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഒരാളെ ആക്കൂ. അതിനെന്തുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല? കഴിയാത്തത് കൊണ്ടാണ് ഈ പരാജയങ്ങൾ സംഭവിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാലും, ഉപതെരഞ്ഞെടുപ്പുകൾ വന്നാലും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വന്നാലും, എന്ത് തെരഞ്ഞെടുപ്പുകൾ വന്നാലും കോൺഗ്രസ് പാർട്ടി തോൽക്കാനുള്ള ഒറ്റ കാരണം രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി എന്ന ആ അമൂൽ ബേബിയെ പുറത്താക്കാതെ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഒരു കാലത്തും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ആ അമൂൽ ബേബി ആണെന്ന് നാം വിളിക്കുമ്പോഴും അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ പരാജയപ്പെടുമ്പോൾ സ്വയം പരാജയം അംഗീകരിക്കാതെ വോട്ടർ പട്ടികയുടെ പ്രശ്നമായി അല്ലെങ്കിൽ വോട്ട് ചോരി ആരോപണവുമായി ഈ കോൺഗ്രസ്സുകാരെ ഉൾപ്പെടെ ഈ വിശ്വസിപ്പിക്കാനുള്ള കഴിവ് ആ മണ്ടത്തനങ്ങൾക്കിടയിലും ആ മണ്ടന് ദൈവം കൊടുത്തിട്ടുണ്ട്. കാരണം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴല്ലേ വിജയിക്കാൻ കഴിയുന്നത്. അല്ലാതെ ഈ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങൾ വോട്ട് നൽകുമോ? ജനങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? പരാജയം സംഭവിക്കുമ്പോൾ പറയും വോട്ട് ചോരി ആരോപണം. അതുകൊണ്ട് തന്നെയല്ലേ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഭിന്നത ഉണ്ടായില്ലേ ഈ കാര്യവുമായി ബന്ധപ്പെട്ട്? ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ പറയുകയാണല്ലോ, ഞങ്ങൾക്ക് ആവശ്യം പാർട്ട് ടൈം പ്രതിപക്ഷ നേതാവിനെയല്ല, ഫുൾ ടൈം ആയിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് തങ്ങൾക്ക് ആവശ്യമെന്ന് ഇവിടെ CPM-ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ
കേരളത്തിലെ മാധ്യമങ്ങളെ കാണാനായി കൊടിക്കുന്നിൽ സുരേഷ് വന്നപ്പോൾ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധി എവിടെ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽ ലോക്സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ, പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ നേതാവ്, പ്രതിപക്ഷ നേതാവ് എവിടെയാണ്? പല പ്രധാനപ്പെട്ട ബില്ലുകളും കേന്ദ്രം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിലൊന്നും തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ, കോൺഗ്രസിന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ, പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയെ കാണാറില്ല. ഇപ്പൊ ലോക്സഭയിലും രാജ്യസഭയിലും ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നിലപാടുകൾ ഉണ്ടാകുമ്പോൾ അതിനെ ചർച്ചയിൽ പങ്കെടുത്ത് അതിനെ എതിർത്ത് ജനങ്ങൾക്കിടയിൽ അതെന്താണ് പ്രശ്നമെന്നും അതെന്താണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നും കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് അത് മനസ്സിലാകും. അതിന്റെ വലിയ ഗുണം ലഭിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ്. അത് മനസ്സിലാക്കുവാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല? അദ്ദേഹം അമേരിക്കയിൽ യാത്ര, ജർമ്മനിയിൽ യാത്ര, പട്ടായയിൽ യാത്ര, മലേഷ്യയിൽ യാത്ര. എന്തിനാണ് ഇത്ര യാത്ര? യാത്ര ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് പ്രാധാന്യം നൽകിയിട്ട് യാത്ര ചെയ്യൂ. നരേന്ദ്രമോദിയും BJP നേതാക്കളും അതല്ലേ ചെയ്യുന്നത്? BJPക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് അവരുടെ യാത്ര. അല്ലാതെ അവരുടെ യാത്രയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടല്ല BJPയെ കാണുന്നത്. അതാണ് അവരുടെ രാഷ്ട്രീയ വിജയം. ഇതൊന്നും കൃത്യമായി മനസ്സിലാക്കാത്ത പ്രശ്നം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ ഇന്ന് അലട്ടുന്നത്. അദ്ദേഹം കുറച്ചുനാൾ വയനാട്ടിലെ MP ആയിരുന്നല്ലോ. വയനാട്ടിൽ MP ആയിരുന്നപ്പോൾ അദ്ദേഹം എത്ര തവണയാണ് ഈ വയനാട് സന്ദർശിച്ചിട്ടുള്ളത്? പിന്നീട് കുറെ മതം തിന്ന് ജീവിക്കുന്ന ചില പാർട്ടി പ്രവർത്തകർ അവിടെ ഉണ്ടല്ലോ. അവരുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിയുന്നത്. അല്ലാതെ ഇപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ, എന്തിനേറെ പറയുന്ന കണ്ണൂരോ കാസർഗോഡോ ആണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുമോ? ചിലപ്പോൾ അട്ടിമറി തന്നെ സംഭവിക്കാം. ജനങ്ങൾ 1-2 തവണ അദ്ദേഹത്തെ പിന്തുണയ്ക്കും, പിന്നീട് അദ്ദേഹത്തെ തോൽപ്പിച്ച് പുറത്താക്കില്ലേ? അവസ്ഥയിലെ നാം അമേഠിയിൽ കണ്ടത്. അമേഠിയിൽ കുറച്ചുനാൾ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെ പേര് പറഞ്ഞ് വിജയിച്ച ശേഷം ജനങ്ങൾ നോക്കുമ്പോൾ ഒരു ഗുണവുമില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. നോക്കാതിരുന്ന ആ സമയത്താണ് അവർ BJPയെ വിജയിപ്പിച്ചത്. ഇപ്പോൾ അവിടെ BJPയും തോൽക്കുന്നു. അത് സ്വാഭാവികമായി തന്നെ അത് കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി എന്ന ആ കഴിവുകെട്ട മനുഷ്യൻ അവിടെ മത്സരിച്ചത് കൊണ്ടാണ് ജനങ്ങൾ പരാജയപ്പെടുത്തിയത്. നമുക്ക് ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. സ്വാഭാവികമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രമായിരിക്കും. പക്ഷെ ഇവർ ചെയ്യുന്ന തെറ്റുകളും അഴിമതിയും ചൂണ്ടിക്കാട്ടിയായിരിക്കും ജനങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇവരെ ഒരു തവണ പരാജയപ്പെടുത്താമെന്ന തീരുമാനത്തിലെത്തുകയും അങ്ങനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു നീക്കമായിരുന്നു 2019 അമേഠിയിൽ കണ്ടത്. അമേഠിയിലെ ജനങ്ങൾ മടുത്തു. ഇദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, അതോടൊപ്പം തന്നെ അവിടെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നില്ല, ജനങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്രയും കഴിവുകെട്ട ഒരു നേതാവിനെ തങ്ങൾ ചുമക്കുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അവിടെ പരാജയപ്പെടുത്തിയതല്ലേ നാം കണ്ടത്. ഇപ്പോൾ അമ്മയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ പോയി നിൽക്കുകയാണ്. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇനി അദ്ദേഹം അടുത്ത ആ മണ്ഡലം നിലനിർത്താൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. ഇത്രയും ഭൂരിപക്ഷം കിട്ടുമോ എന്ന് നോക്കാം. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ ഒരു മണ്ഡലത്തിൽ പോലും ജയിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവുമായി ബന്ധപ്പെട്ട സഖ്യം നിലനിന്നിരുന്നു. അഖിലേഷ് യാദവ് മാസങ്ങളായി വർഷങ്ങളായി തന്നെ അവിടെ പ്രവർത്തിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ചെടുത്ത് 2 തവണയായി അധികാരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. മൂന്നാമത് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായി നല്ല പ്രവർത്തനമാണ് ഉത്തർപ്രദേശിൽ ഈ പാർട്ടി കാഴ്ചവെക്കുന്നത്. ആ കാഴ്ചവെച്ച പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹവും വിജയിച്ചു കയറുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്ര കോൺഗ്രസിന് എല്ലാ കാലത്തും തലവേദനയായി മാറുകയാണ്.